ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരിൽ പ്രമുഖനായിരുന്നു. ആദായനികുതി റെയ്ഡിനിടെ സ്വയം വെടിയുതിർത്ത് മരിച്ച സി.ജെ. റോയ് 1991 സ്ഥാപിച്ച കമ്പനിയെ വലിയൊരു ബിസിനസ് സാമ്രാജ്യമാക്കി അദ്ദേഹം വളർത്തി. അദ്ദേഹത്തിൻ്റെ ബിസിനസ് വിവിധ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സി.ജെ. റോയ് ജീവകാരുണ്യ പ്രവർത്തനത്തിലും ചലച്ചിത്ര നിർമ്മാണ രംഗത്തും സജീവമായിരുന്നു. കൊച്ചി സ്വദേശിയായ റോയ് സ്ലോവാക്ക് റിപ്പബ്ലിക്കിൻ്റെ ഓണററി കൗൺസിൽ കൂടിയായിരുന്നു. രാജ്യത്തെ മിക്ക ശതകോടീശ്വരന്മാരെയും പോലെ സി.ജെ. റോയിയുടെ കാറുകളോടുള്ള ഇഷ്ടവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. വില കൂടിയ കാറുകളുടെ ഒരു വലിയ ശേഖരം തന്നെ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. മാരുതി 800 നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാറുകളുടെ വാങ്ങൽ ആരംഭിച്ചത്. ആദ്യമായി വാങ്ങിയ മാരുതി കാർ ഇന്ത്യയിലെ അന്നത്തെ ലക്ഷറി കാറുകളിലൊന്നായ എസ്റ്റീം കാർ വാങ്ങുന്നതിനായാണ് വിൽപ്പന നടത്തിയതെങ്കിലും 27 വർഷങ്ങൾക്ക് ശേഷം അതേ കാർ അദ്ദേഹം 10 ലക്ഷം രൂപ നൽകി വീണ്ടെടുത്തത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. 1994 തൻ്റെ 25-ാം വയസ്സിലാണ് മാരുതി 800 അദ്ദേഹം സ്വന്തമാക്കിയത്. അന്ന് 1.10 ലക്ഷം രൂപ മുടക്കിയാണ് സ്വന്തമാക്കിയതെന്ന് റോയ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം നിർധന കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് 1 കോടി രൂപയുടെ സ്കോളർഷിപ്പ് വിതരണവും അദ്ദേഹം നടത്തിയിരുന്നു. കേരളത്തിലും കർണാടകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 201 കുട്ടികൾക്കായിരുന്നു ധനസഹായം നൽകിയത്. ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ പണം മുടക്കുമ്പോൾ അത് സമൂഹത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണെന്നാണ് എൻ്റെ കുടുംബം എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ മിടുക്കരായ ഒരു കുട്ടിയും അവസരങ്ങളോ പണമോ ഇല്ലാത്തതിൻ്റെ പേരിൽ പിന്നോക്കം പോകാൻ പാടില്ലെന്ന ചിന്തയിൽ നിന്നാണ് കുടുംബസ്വത്തിൻ്റെ ഒരു വിഹിതം സ്കോളർഷിപ്പായി നൽകാൻ തീരുമാനിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. സർക്കാർ അംഗീകൃത സ്കൂളുകളിലെ 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ നിന്ന് മികവ് പുലർത്തുന്ന കുട്ടികളെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്താണ് സ്കോളർഷിപ്പ് വിതരണം നടത്തിയത്. ഓരോ കുട്ടിക്കും അവരുടെ സ്കൂൾ ഫീസ് മുഴുവനായും അല്ലെങ്കിൽ 1/2 ലക്ഷം രൂപ വരെയുമാണ് നൽകിയത്. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയുള്ളവരെയും മുൻ വർഷ പരീക്ഷയിൽ 80% മുകളിൽ മാർക്ക് നേടിയവരെയുമാണ് സ്കോളർഷിപ്പിന് പരിഗണിച്ചത്. അടുത്ത അധ്യയന വർഷം സ്കോളർഷിപ്പ് നൽകുന്ന കുട്ടികളുടെ എണ്ണം 300 ഉയർത്താനും പദ്ധതിയിട്ടിരുന്നു. കൊച്ചിയിൽ ജനിച്ച റോയ് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം സ്വിറ്റ്സർലാൻഡിലെ SBS ബിസിനസ് സ്കൂളിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടി. ബഹുരാഷ്ട്ര കമ്പനിയായ HP-യിലെ ജോലി രാജിവെച്ചാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. 2006 തുടക്കമിട്ട കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കേരളത്തിലും ബാംഗ്ലൂരിലും റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകൾ നടപ്പിലാക്കിയാണ് വളർന്നത്. തുടർന്ന് ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷൻ, എൻ്റർടൈൻമെൻറ്റ്, വിദ്യാഭ്യാസം, റീറ്റെയിൽ തുടങ്ങിയ രംഗങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചു. സിനിമാ നിർമ്മാണത്തിലും സജീവമായിരുന്നു. കാസനോവ, മേഹും മൂസ, ഐഡൻറ്റിറ്റി, ലയൺ ഓഫ് ദ അറേബ്യൻ സീ എന്നീ സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ബിൽഡറായിരുന്ന സി.ജെ. റോയ് കഴിഞ്ഞ ദിവസങ്ങളിലായി വളരെ അസ്വസ്ഥനായിരുന്നുവെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി. കോൺഫിഡൻറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഈയിടെ ആദായനികുതി പരിശോധന നടത്തിയിരുന്നു. ഇതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം. അശോക് നഗർ പോലീസ് സംഭവ സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. ആത്മഹത്യയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല.